അഥവാ ഓൾഡ് ഏജ് ഒന്നിൻ്റെയും അവസാനമല്ല. പ്രായമാകുക എന്നത് നമ്മുടെ വളർച്ചയുടെ അവസാനവുമല്ല. ലക്ഷ്യവും സ്ഥിരോത്സാഹവും ഉണ്ടെങ്കിൽ ജീവിതം നമുക്ക് മനോഹരമാക്കാം. ഒരു വീട്ടുമുറ്റത്ത് വലിയൊരു മാവുണ്ടായിരുന്നു. വർഷാവർഷം അതിൽ നിന്നും ധാരാളം മാമ്പഴം ലഭിക്കുമായിരുന്നു. എന്നാൽ 2-3 വർഷമായി ഈ മാവ് പൂക്കാറില്ലായിരുന്നു. ഇങ്ങനെ മാമ്പഴം കിട്ടാതിരുന്നപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ഉടമയായ വൃദ്ധനോട് മറ്റൊരാൾ ചോദിച്ചു, ഈ മാവിൽ നിന്നിപ്പോൾ മാങ്ങായൊന്നും കിട്ടുന്നില്ലല്ലോ, ഇത് വെട്ടിക്കളയരുതോ? വൃദ്ധൻ ചെറുപുഞ്ചിരിയോട് പറഞ്ഞു, ഞാൻ കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ ഞാനും എൻ്റെ അച്ഛനും കൂടിയാണ് ഈ മാവ് നട്ടത്. ഈ മാവ് വളർന്നതിനോടൊപ്പം ഞാനും വളർന്നു വന്നു. ഈ മാവിൻ്റെ തണലിലാണ് ഞാൻ കളിച്ചതും സന്തോഷിച്ചതും. വർഷാവർഷം കിട്ടിയ മാമ്പഴം മാധുര്യമേറിയതായിരുന്നു. ഇപ്പോൾ മാമ്പഴം ലഭിക്കുന്നില്ല, അത് ശരിയാണ്. പ്രായമാകുമ്പോൾ മനുഷ്യർക്ക് സ്നേഹവും പരിചരണവും കൊടുക്കുന്നത് പോലെ ഈ മാവിന് ഞാൻ വളവും വെള്ളവും കൊടുക്കാൻ പോവുകയാണ്. അടുത്ത ദിവസം തന്നെ വൃദ്ധൻ മാവിൻ്റെ ചുറ്റുമുള്ള മണ്ണൊക്കെ ഇളക്കി വളവും വെള്ളവും കൊടുത്തു. നിത്യേന ഇത് ചെയ്തു തുടങ്ങി. മാസങ്ങൾ കടന്നുപോയി. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മാവ് നിറയെ പൂത്തു. നേരത്തെ ഉണ്ടായതിലധികമായി ധാരാളം മാമ്പഴം. എല്ലാവരും വൃദ്ധനോട് ചോദിച്ചു, ഇതെങ്ങനെ സാധ്യമായി? അദ്ദേഹം മറുപടി പറഞ്ഞു, ലൈഫ് ഡസൻറ്റ് എൻഡ് വെൻ വി ഗ്രോ ഓൾഡ്. വിത്ത് കെയർ, പേഷ്യൻസ് ആൻഡ് ഹോപ്പ് വി ക്യാൻ ബ്ലൂം അഗെയിൻ. പ്രായം ഒന്നിൻ്റെയും അവസാനമല്ല. സ്നേഹവും ലക്ഷ്യവും സ്ഥിരോത്സാഹവും ഉണ്ടെങ്കിൽ ജീവിതം നമുക്ക് കൂടുതൽ മനോഹരമാക്കാം. അതുപോലെ യുവജനങ്ങളും മറ്റുള്ളവരും ഓർക്കേണ്ട കാര്യമാണ്, ഓൾഡ് പീപ്പിൾ ആർ ദ ലിവിങ് ലൈബ്രറീസ് ഓഫ് എക്സ്പീരിയൻസ്, സാക്രിഫൈസ്, പേഷ്യൻസ് ആൻഡ് വിസ്ഡം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വേറൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.